ഇന്ന് നമുക്കേ റവ ദോശയാണ് കേട്ടോ. റവ കൊണ്ടുണ്ടാക്കിയ ദോശയും പിന്നെ ഉള്ളിക്കറിയിൽ മുട്ട ഇട്ടിട്ട്, ആക്ച്വലി അത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. അതിലേക്ക് കുറച്ച് മുട്ട പുഴുങ്ങിയിടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ മസാല ഒന്നും ഇടാതെ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, മുട്ടക്കറി എന്നോ ഉള്ളിക്കറി എന്നൊക്കെ പറയാം. കാണിച്ചു തരേ. ഇതാണ് കേട്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് കൂടുതൽ മസാല ഒന്നും ചേർക്കാത്ത ഒരു ഉള്ളിക്കറി. പിന്നെ നമുക്ക് നമ്മുടെ റവ ദോശ. എങ്ങനെയായാലും നമുക്ക് ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇടുന്നുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം പണിയൊന്നുമില്ല കേട്ടോ, വേഗത്തിലായി കിട്ടും ചെയ്യും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്തായിരുന്നു? എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ, എന്തായിരുന്നു ഫുഡ് എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതല്ല, കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളുണ്ടാക്കിയത് ആര് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം നല്ലതാണെന്ന്. നല്ലത് തന്നെയാണ് കേട്ടോ, കുറ്റൊന്നും പറയാല്ല. എൻ്റെ വീട്ടിലില്ലേ, എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഉപ്പ് കൂടെ ഇപ്പോൾ പുളി കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ പറയുകയെന്നറിയാം, അത് കൂടി എന്നൊക്കെ പറയും. പക്ഷെ നന്നായ രണ്ടെണ്ണത്തിൻ്റെയും വായ തുറക്കൂല. കുറ്റം പറയണവർക്ക് നല്ലത് പറയണ്ടേ, കുറ്റം മാത്രം പറഞ്ഞാൽ മതിയോ? നല്ലത് പറയാൻ രണ്ടെണ്ണത്തിൻ്റെയും വായ പൊന്തൂല. ഉപ്പില്ല മുച്ചിയെ, ഒരു ടേസ്റ്റില്ല മുച്ചിയെ ഒക്കെ പറയും എൻ്റെ മോന്. പക്ഷെ നന്നായിക്കണമെങ്കിൽ നന്നായി എന്ന് പറയണ്ടേ, അത് ചെയ്യൂല. നിങ്ങളുടെ വീട്ടിലത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെ. അപ്പം ഞാൻ തിന്നിട്ട് വരാം കേട്ടോ. ശരി എന്നാൽ.